സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്ന് നവരാത്രിയിലെ ദുർഗാ പരമേശ്വരിയുടെ നവദുർഗാ രൂപത്തിലെ ഇന്നത്തെ 8ാമത്തെ ദിവസമായ ദേവിയുടെ സ്വരൂപം മഹാഗൗരി എന്നാണ്. അപ്പോൾ ദേവിക്ക് എങ്ങനെയാണ് ഈ മഹാഗൗരി എന്നുള്ള പേര് വന്നതെന്ന് വെച്ചാൽ, സതീദേവിയുടെ ദേഹത്യാഗത്തിന് ശേഷം ഭഗവാൻ വലിയ തപസ്സിലേർപ്പെട്ടു. അപ്പോൾ നാരദ മുനി വന്നിട്ട് ഹിമവാനോടും മേനാദേവിയോടും പറയും, അവരുടെ മകളായ പാർവതീദേവി സതീദേവിയുടെ പുനർജന്മമാണെന്നും മഹാദേവനെ പാർവതീദേവി പതിയായി ലഭിക്കാൻ തപസ് ചെയ്യണമെന്ന് പറയും. അങ്ങനെ പാർവതീദേവി ഒരുപാട് കാലം തപസ് ചെയ്തിട്ടും മഹാദേവൻ അതിനെ ശ്രദ്ധിക്കണേ ഉണ്ടായിരുന്നില്ല. ആദ്യം ഭക്ഷണം കഴിച്ചിട്ടും പിന്നെ വെള്ളം മാത്രമായിട്ടും പിന്നെ ഇലകൾ മാത്രം കഴിച്ചും ദേവിയുടെ ഘോരമായ തപസ് തുറന്നുകൊണ്ടിരുന്നു. അവസാനം മഹാദേവൻ സതീദേവിയുടെ പുനർജന്മമാണ് പാർവതി എന്ന് മനസ്സിലാക്കുകയും പാർവതി സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യും. അപ്പോൾ പാർവതി വളരെയധികം ക്ഷീണിച്ചിരുന്നു. പാർവതിയുടെ നിറമൊക്കെ ഡാർക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഹാദേവന് അനുകമ്പ തോന്നി. മഹാദേവൻ ദേവിയോട് പുണ്യനദിയായ ഗംഗാനദിയിൽ സ്നാനം ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ദേവി ഗംഗാനദിയിൽ സ്നാനം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ദേവി മഹാഗൗരിയായി മാറി, പ്യുവർ വൈറ്റായി. ദേവിയുടെ ആ ബ്യൂട്ടിയെല്ലാം തിരിച്ചു കെട്ടി ദേവി മഹാസുന്ദരിയായി മാറി, പ്യുവറായി. അപ്പോൾ പ്യുവർ വൈറ്റായി. അപ്പോൾ ദേവി എന്തായി മാറി? മഹാന്ന് പറഞ്ഞാൽ ഗ്രേറ്റ്, മഹാഗൗരിയായിട്ട് ദേവി മാറി. അപ്പോൾ ഇന്ന് ദേവിയെ ഭജിക്കേണ്ടത് ഓം ശ്രീ മഹാഗൗരി ദേവിയെ നമ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദേവിയെ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മളെടുക്കുന്ന ദേവിയുടെ മെസ്സേജിൽ വന്നിരിക്കുന്നത് ചണ്ഡികാദേവിയാണ്. ചണ്ഡികാദേവിയുടെ മെസ്സേജ് എന്താണെങ്കിൽ, കോപം ഭൂഷണമല്ലെന്നും പരിഹാരമാണ് ഐക്യമുണ്ടാക്കുന്നതെന്നും സ്വയം തിരിച്ചറിയുക. അതായത് കോപം വെടിയണം ബുധജനം. കോപം ഭൂഷണമല്ല, കോപം സർവനാശത്തിനിടയാക്കും. അതുകൊണ്ട് കോപത്തിനെ വെടിഞ്ഞിട്ട് ആത്മസംയമനം പാലിക്കാൻ ശീലിക്കുക, ഇന്ദ്രിയ നിഗ്രഹം ശീലിക്കുക. അതിന് നമ്മൾ കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്ത് ആത്മസംയമനം ശീലിക്കാനായിട്ട് ശ്രമിക്കണം. കോപത്തിനെ വെടിയണം ബുധജനം, കോപം ഭൂഷണമല്ല എന്നാണ് ഇവിടെ ദേവിയുടെ സന്ദേശം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും മഹാഗൗരിയുടെയും ചണ്ഡികാദേവിയുടെയും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.